നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും. പിന്നെ നമ്മളിനി സോഷ്യൽ മീഡിയ നോക്കിയാലും ടി വി നോക്കിയാലും എല്ലാം ഒരു ഒറ്റ ന്യൂസ് മാത്രമേ ഉള്ളൂ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശിവൻകുട്ടി സഖാവിനെ ഒരുപാട് ആൾക്കാരിട്ട് ട്രോളുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് അത് ഞാൻ പറയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ആദ്യം നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാം ക്ലാസ്സോ അല്ലെങ്കിൽ 2ാം ക്ലാസ്സോ 5ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം. തുടക്കം തന്നെ പറയാം, BA LLB കാരനാണ് അദ്ദേഹം. മനസ്സിലായ? പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് മേയർ എന്താണെന്ന് ആദ്യമായിട്ട് മേയറിൻ്റെ സ്ഥാനം എത്രത്തോളം ഉണ്ടെന്ന് തിരുവനന്തപുരത്ത് അറിയിച്ചു എന്ന മനുഷ്യനാണ് അദ്ദേഹം. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളോടൊപ്പം ശംഖുമുഖം ഗ്രൗണ്ടിൽ നിരന്തരമായിട്ട് പ്രാക്ടീസിന് വരുന്നത് അദ്ദേഹം വർക്കൗട്ടിന് വന്ന് അവിടെയുള്ള ആൾക്കാരെയൊക്കെ അദ്ദേഹത്തിന് നല്ലോണം അറിയാം. അങ്ങനെയാണ് ശിവൻകുട്ടി സഖാവുമായിട്ട് അല്പമെങ്കിലും ബന്ധമാവുന്നത്. പിന്നെ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ എവിടെ വെച്ച് കണ്ടാലും നമ്മളൊരു സ്നേഹം തന്നെയാണ്. അതിൽ ഒരു വേർതിരിവും അദ്ദേഹം കാണിക്കൂല. സ്നേഹിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത്രത്തോളം സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹം പറയുകയാണ് വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന്. അദ്ദേഹത്തിന് മാറ്റാനുള്ള സമയമായെന്ന്. അദ്ദേഹത്തിന് മാറ്റണോ വേണ്ടിയോ എന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അയാളുടെ വിദ്യാഭ്യാസമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന് എല്ലാവരും കയറി പിടിക്കുന്നത് എങ്ങനെയെന്നറിയോ? അദ്ദേഹത്തിനെ ട്രോളുന്നത്, അദ്ദേഹത്തിന് ചെറിയൊരു വിക്കുണ്ട്. അത് സംഭവിച്ചത് 2-3 കൊല്ലം മുമ്പ് അദ്ദേഹത്തിന് ഒരു സ്റ്റോക്ക് വന്നു, ഒരു അസുഖം വന്നു. അതിൽ സംഭവിച്ചു പോയ ഒരു ലാഗിങ്ങാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇത്തിരി ഉണ്ട് കുറച്ച് നാളായിട്ട്. അതിൽ വെച്ച് ഇവർ കയറി മറ്റേ കൊളുത്തി പിടിക്കുകയാണ്. അതിൽ വെച്ചാണ് അദ്ദേഹത്തിനെ ഇവർ മാർക്ക് ചെയ്ത് അങ്ങനെ പൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ ഒന്നും തളരുന്ന ആളല്ല മക്കളെ അദ്ദേഹം ഇതല്ല. ഒരുപാട് കണ്ടിട്ടുള്ള മനുഷ്യനാണ്. തിരുവനന്തപുരത്ത് മേയർ എന്താണെന്ന് ആദ്യം എല്ലാവർക്കും മനസ്സിലായ ഒരു നാളുണ്ടായിരുന്നു. അത് ശിവൻകുട്ടി സഖാവ് വന്നതിന് ശേഷമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയണമെങ്കിൽ ഈ അടുത്ത കാലത്ത് കളിക്കാൻ പോയ പിള്ളേർക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടുന്നില്ലെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം എടുത്തൊരു തീരുമാനമുണ്ട്. മോനെ, കയറി പോന്നാളാനാണ് പറഞ്ഞത്. ഫ്ലൈറ്റിലെ നിങ്ങൾ വേറെ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, ഫ്ലൈറ്റ് പിടിച്ചെങ്കിൽ കയറി പോക്കോ, വേറെ ഒന്ന് പോന്നോളൂ, വേറെ ഒന്നും നിങ്ങൾ അറിയണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അദ്ദേഹം നമ്മുടെയൊക്കെ ലെവലാണ്. ഒന്നാലോചിച്ചൊക്കെ അമ്മാതിരി ലെവലാണ് നമ്മുടെ ശിവൻകുട്ടി സഖാവ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, അദ്ദേഹത്തിനെതിരെ വീണ്ടും സൈബർ ആക്രമണം ഉണ്ടാവും. അത് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. എന്തെങ്കിലും ഇനി നടന്നുകൊണ്ടേയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവലിലോ നിങ്ങളുടെ കാര്യത്തിലൊന്നും അദ്ദേഹത്തിന് കിട്ടത്തില്ല. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഏക അക്കൗണ്ടായിരുന്നു നേമം നിയോജക മണ്ഡലം. അന്ന് സിറ്റിംഗ് സീറ്റ് രാജഗോപാൽ എന്ന BJP സ്ഥാനാർത്ഥിയുടെ സിറ്റിംഗ് സീറ്റ് വീണ്ടും ഉറപ്പിക്കുമെന്ന് അവർ ചലഞ്ച് ചെയ്ത സമയം. അന്ന് നമ്മുടെ ബഹുമാനനായ മുഖ്യമന്ത്രി ഇറങ്ങി വന്ന് ഇവരോട് ഒരു വാക്കങ്ങ് പറഞ്ഞ്, നിങ്ങളുടെ ഈ അക്കൗണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ പൂട്ടിയിരിക്കും. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ആ സ്ഥാനാർത്ഥി ആരെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ ബഹുമാനനായ മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രസംഗം അവിടെ നടത്തിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ശിവൻകുട്ടി സഖാവിൻ്റെ ആ ഒരു പവർ എന്താണെന്ന്. അപ്പോൾ ആ അക്കൗണ്ട് നമ്മൾ പൂട്ടിക്കുകയും ചെയ്തു അല്ലേ? ആ അക്കൗണ്ട് നമ്മൾ പൂട്ടിച്ച്. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളും മനസ്സിലാകാറുണ്ട് സഖാവ് ശിവൻകുട്ടി അദ്ദേഹത്തിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ ഇനിയും ഒരുപാട് ആക്രമണം ഇങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ശിവൻകുട്ടി സഖാവിനെ നിങ്ങളുടെ ഫ്രണ്ടിൽ അദ്ദേഹം തന്നെ വന്ന് നിൽക്കും, നെഞ്ചുറപ്പോടെ തന്നെ വന്ന് നിൽക്കും. അങ്ങനെ പേടിക്കുന്ന മനുഷ്യനൊന്നുമല്ല അദ്ദേഹമേ. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനമല്ല. SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം വരെ. പിന്നെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗം.
ഇപ്പം ഉണ്ടല്ലോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഒന്നിനും അങ്ങനെ കുലുങ്ങുന്ന ആളല്ല മക്കളെ നമ്മുടെ ശിവൻകുട്ടി സഖാവ്. നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിന് അപ്പുറമാണ് നമ്മുടെ ശിവൻകുട്ടി സഖാവ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഓക്കെ, ശരി, നമുക്ക് വീണ്ടും കാണാം.